ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോ ഒരുപാട് നാൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. കാടിനകത്തുള്ള ഒരു ഗ്രാമവും അതുപോലെ അധികം അറിയപ്പെടാത്ത അടിപൊളി ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ പോകുന്നത് ഇഞ്ചത്തൊട്ടി വഴി നേരെ നേര്യമംഗലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഈ വലതുവശത്ത് വരുന്ന വഴി കോതമംഗലത്ത് നിന്ന് നേരെ വരുന്ന വഴിയാണ്. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വഴിയാണല്ലോ നമ്മൾ പോന്നിരിക്കുന്നത്. വളരെ തിരക്ക് കുറഞ്ഞ വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നേര്യമംഗലത്തേക്ക് എത്താൻ പറ്റും. ഇപ്പം നമ്മൾ നേര്യമംഗലം ടൗൺ വഴി നേരെ നേര്യമംഗലം പാലത്തിൻ്റെ അങ്ങോട്ടാട്ടോ പോകുന്നത്. ശരിക്കും രണ്ട് വഴിയുണ്ട് കാഞ്ഞിരവേലി തൂക്കുപാലത്തിലോട്ട് പോകാൻ. മംഗലം വഴി വരുമ്പോൾ നേരെ ഇടുക്കി റൂട്ട് തിരിഞ്ഞ് നമുക്ക് കാഞ്ഞിരവേലി പാലത്തിൻ്റെ അപ്പുറ സൈഡെത്താൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് നേര്യമംഗലം പാലം കയറി ആദ്യത്തെ റൈറ്റ് എടുത്ത് താഴേക്ക് ഫോറസ്റ്റിനകത്തൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നേര്യമംഗലം പാലത്തിന് താഴെ ഇപ്പോൾ പുതിയ പാലം പണിത് വന്നിട്ടുണ്ട്. ആ പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിലൂടെയുള്ള യാത്ര എന്തായാലും പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ഒരു പാലം കൂടിയാണ് നേര്യമംഗലം പാലം. ഈ പാലം കഴിയുന്നതോടുകൂടി നമ്മൾ നേരെ ഇടുക്കി ജില്ലയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ റൈറ്റ് എടുത്തിട്ടാണ് കേട്ടോ കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ റൈറ്റ് എടുത്ത് നേരെ ഫോറസ്റ്റിനകത്തോട്ട് കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ഏകദേശം ഒരു 7 കിലോമീറ്റർ അടുപ്പിച്ചാണ് കേട്ടോ കാഞ്ഞിരവേലി ഗ്രാമത്തിലോട്ടുള്ള ദൂരം വരുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. അധികം ജനവാസ മേഖലയൊന്നുമല്ല. കുറച്ചങ്ങോട്ട് ചെല്ലണം. ഇനി വീടുകളും ആളുകളെയൊക്കെ കാണണമെങ്കിൽ തന്നെ. അതുപോലെ തന്നെ പോകുന്ന വഴിക്കെല്ലാം ഫെൻസിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാഞ്ഞിരവേലി തൂക്കുപാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണമെങ്കിലും പോവാം. അത് നമ്മൾ കോതമംഗലത്ത് നിന്ന് വരുന്ന വഴി നേര്യമംഗലം എത്തുന്നതിന് മുമ്പ് ഇടുക്കി ജില്ലയിലൂടെ നീണ്ടപാറയൊക്കെ പോകുന്ന റൂട്ട് ചെയ്തതിൻ്റെ ഒരു ഡീവിയേഷൻ ഉണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ എറണാകുളം ജില്ല തന്നെ. അതായത് ഈ പാലത്തിൻ്റെ ഒരു സൈഡ് ഇടുക്കി ജില്ലയും ഓപ്പോസിറ്റ് സൈഡ് എറണാകുളം ജില്ലയും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വഴി വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലൂടെ നേരെ ഇടുക്കിയിലോട്ട് കയറാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇടുക്കിയിലൂടെ ചെന്നിട്ട് എറണാകുളം ജില്ലയിലോട്ടോ പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരുപാട് നാളെ മുമ്പ് എടുത്തു വെച്ച ഒരു വീഡിയോ ആണിത്. ശരിക്കും മഴയുള്ള സമയങ്ങളിലൊക്കെ ഈ പാലമൊക്കെ മുങ്ങിപ്പോകും കേട്ടോ. പൂയംകുട്ടി പാലം പോലത്തെ ഒരു പാലമാണത്. അങ്ങനെ നമ്മൾ കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇതാണ് കേട്ടോ കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ ഗ്രാമം. ഇവിടേക്ക് ബസ് റൂട്ടൊക്കെ ഉണ്ട്. ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻഡ് വരുന്നത്. ഒരു സൈഡ് ഫുള്ള് ഫോറസ്റ്റാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാറിലൊക്കെ വരുന്നതെങ്കിൽ കാർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് ഇറങ്ങി തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോകണം. അപ്പോൾ ബസ്സിനാണെങ്കിലും ബസ് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇതാണ് ബസ് സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഈ വഴിയിലൂടെ ഉണ്ടോ നമുക്ക് ഈ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. ബൈക്കൊക്കെ ആണെങ്കിൽ ഇതിലേ പോകും. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുപ്പിച്ചാണോ നടക്കാൻ വരുന്നത്. നിറച്ച് മരങ്ങളായതുകൊണ്ട് തന്നെ വലിയ വെയിലോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ വരുന്നതെങ്കിൽ വണ്ടി അവിടെ വെച്ച് നേരെ നമുക്ക് തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് വരാം കേട്ടോ. ഇത്ര നടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആ തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തൂക്കുപാലം കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ വടമൊക്കെ കണ്ടില്ലേ. അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തൂക്കുപാലം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നേര്യമംഗലം കാഞ്ഞിരവേലി തൂക്കുപാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നേര്യമംഗലം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട്, അതായത് കോതമംഗലത്ത് നിന്ന് വരുമ്പോൾ നേര്യമംഗലം കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് വരുന്നത് കാഞ്ഞിരവേലി തൂക്കുപാലത്തിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ആ തൂക്കുപാലം വന്നിരിക്കുന്നത്. നമ്മൾ വന്നത് ഇതിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഈ മരങ്ങളുള്ളതുകൊണ്ട് വലിയ വെയിലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്കിവിടെ മുളകളൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നുമില്ല കേട്ടോ. തണലാണ്. ഇവിടം വരെ തണലുള്ളൂ. ഇനി അങ്ങോട്ട് വെയിലാണ് കണ്ടോ. ഇത് നമ്മുടെ താഴേക്കുണ്ടോ. അപ്പോൾ വെള്ളം കുറവുണ്ടോ. വെള്ളമുള്ള സമയമാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നും. ചെറിയ രീതിയിൽ പാലം ആടുന്നുണ്ട്. ഇതാ അപ്പുറം നമുക്ക് വലിയ മലകളൊക്കെ കാണാൻ സാധിക്കും. ഇടുക്കി ജില്ലയാണ്. ഇതാ അതുണ്ടോ, ഭയങ്കര ഭംഗിയല്ലേ. ശരിക്കും ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയായിരിക്കും കേട്ടോ. ഫാമിലിയൊക്കെയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പെരിയാറാണ് കേട്ടോ ഒഴുകുന്നത്. ഇതാ ഇവിടെ മാവുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല തണലാട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. വെള്ളം തീരെ കുറവാണ് കേട്ടോ. വെള്ളം വറ്റി കിടക്കുവാണ്.
അത്യാവശ്യം നീളം കേട്ടോ ഈ തൂക്കുപാലത്തിന്. നമ്മളെ ഇഞ്ചത്തൊട്ടി പോലെ ഒരു തൂക്കുപാലം വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം അങ്ങോട്ട്. കണ്ടോ വെള്ളം തീരെയില്ല, അവിടെയൊക്കെ മണലാണ്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാഞ്ഞിരവേലി തൂക്കുപാലത്തിൻ്റെ നടുവിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ വെയിലാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. തിരക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വഴി കൂടിയാണ് വരേണ്ടത്. ചെറിയ രീതിയിൽ പാലം കിടന്ന് ആടുന്നുണ്ട് കേട്ടോ. വെള്ളമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, താഴെ പോയാലും മണല. അതെ അല്ല വെള്ളമില്ലാത്തതുകൊണ്ടേ താഴെ പോയാലും കുഴപ്പമില്ല, മണലാന്ന്. വെള്ളം ഉണ്ടെങ്കിൽ ശരിക്കും പേടിയാവും കേട്ടോ അവിടെ നിൽക്കാനായിട്ട്. ഇതെങ്ങോട്ട് പോകുന്നതാണോ? വീടാണോ? വീടാണോ? തൂക്കുപാലത്തിൻ്റെ എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ പറമ്പൊക്കെ ആണോ, ഏതാ സ്ഥലം എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. ഇവിടം വരെ ഉള്ളൂ തൂക്കുപാലം. അപ്പോൾ നേര്യമംഗലത്ത് അധികം അറിയപ്പെടാണ്ട് കിടക്കുന്നൊരു തൂക്കുപാലമുണ്ട്, കാഞ്ഞിരവേലി തൂക്കുപാലം. ഇപ്പോൾ റീൽസിലൊക്കെ വൈറലായ പിന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയോ പറമ്പും കാര്യങ്ങളാണെന്ന് തോന്നുന്നു. നമ്മൾ വന്നത് ഇതാട്ടോ, വേണ്ട അത്യാവശ്യം നല്ല നീളം കേട്ടോ ഈ തൂക്കുപാലത്തിനും. ഇതാണ് കേട്ടോ നമ്മുടെ ആ തൂക്കുപാലം കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ വടം കണ്ടോ. ഇതാണ് കേട്ടോ, ഇപ്പം ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു വഴിയും വീടൊക്കെയാണ്, ഇത് സ്ഥലം എന്നൊരു പിടുത്തമില്ല. കണ്ടോ ഇതാണ് തൂക്കുപാലം കണക്ട് ചെയ്തേക്കുന്ന വടം വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൈഡും ഈ ചേട്ടനും കൊച്ചും നടന്നു പോകുന്നത് ഇടുക്കി ജില്ലയുടെ അങ്ങോട്ടുമാണ് കേട്ടോ. അപ്പോൾ എറണാകുളവും ഇടുക്കിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലം കൂടിയാണ് കാഞ്ഞിരവേലി തൂക്കുപാലം. അപ്പോൾ ഈ വെള്ളം അടിമാലി ആ സൈഡിൽ നിന്നാണ് നേരെ വന്ന് നേര്യമംഗലം ഭൂത്താങ്കട്ട സൈഡിലൂടെ ഒഴുകി പോകുന്നത്. വെള്ളം തീരെ കുറവായതുകൊണ്ട് നമുക്ക് അടിഭാഗം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മഴയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും കേട്ടോ. നമ്മളിത് മഴക്കാലത്തിന് മുമ്പാണ് ഷൂട്ട് ചെയ്തത്. ഇനി മഴ പെയ്ത് വെള്ളമാവുന്ന ഒരു സമയത്ത് നമ്മൾ ഇവിടെ വന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് കാണാനും പറയാനൊന്നുമില്ല. ഈ തൂക്കുപാലത്തിൻ്റെ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. ചെറു മഴയുള്ളപ്പോഴും അതുപോലെ തന്നെ ഈവനിങ് സമയം അല്ലെങ്കിൽ മോർണിംഗ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബായിരിക്കും. അപ്പോൾ ഇത് നേര്യമംഗലം സൈഡിലോട്ടാണ് കേട്ടോ ഈ വെള്ളം ഒഴുകുന്നത്. ഇതിപ്പോൾ ഇടുക്കി സൈഡിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. നമ്മൾ വന്നത് ഇതിലെയാണ്. ജസ്റ്റ് നമ്മൾ തൂക്കുപാലത്തെ കയറി. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കേട്ടോ ഇവിടെ. ഉണ്ടോ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഒരു നേര്യമംഗലം കാടിനകത്തുള്ളൊരു ഹിഡൻ തൂക്കുപാലമാണ് കാഞ്ഞിരവേലി തൂക്കുപാലം. ഇവിടേക്ക് ഒരു ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ കോതമംഗലത്ത് നിന്ന്. ഇപ്പോൾ ബസ്സൊക്കെ അവിടെ കണ്ടു. ആ താഴെയാണ് കേട്ടോ പുഴ വന്നേക്കുന്നത്. വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് മണൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് ഇറങ്ങിപ്പോകാം. വെള്ളമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, സേഫായിട്ട് പോയിട്ട് വരാം. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. ഇതുപോലെ മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ കാഞ്ഞിരവേലി തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ഇടുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ടണം. അതുവരേക്കും ബായ്.